അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, ചില മനുഷ്യരെ അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ റഹ്മാനായ റബ്ബിന് ഒരുപാട് ഇഷ്ടമാണ്. അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ഉപദേശിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം ചില കാര്യങ്ങൾ റബ്ബിനേറെ കോപമുള്ളതും വെറുപ്പുള്ളതുമാണെന്ന ഓർമ്മപ്പെടുത്തലും നമുക്ക് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി പ്രസിദ്ധമാണ്. അസ്സലാത്തു അലാ വഖ്തിഹ. നമസ്കാരം അതിന്റെ ശരിയായ സമയത്ത് അല്ലെങ്കിൽ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് എന്ന്. പിന്നെ ഏതാണെന്ന ചോദ്യത്തിന് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണെന്നും പിന്നെ ഏതെന്ന അന്വേഷണത്തിന് ദൈവമാർഗത്തിലെ ധർമ്മ സമരത്തിനുമെന്നായിരുന്നു മറുപടി. ഒരടിമ പതിവായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് റബ്ബിന് ഏറെ പ്രിയപ്പെട്ടവയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതും വളരെ പ്രസിദ്ധമാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ. ഇനി നോക്കൂ, മരണം വരെയും റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും ഇതിനോട് നാം ചേർത്തി വായിക്കുക. അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന നിലക്ക് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവയാണ്: ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യൽ, ഒരാളുടെ വിഷമതയകറ്റൽ, കടം വീട്ടാൻ സഹായിക്കൽ, വിശപ്പകറ്റാൻ ശ്രമിക്കൽ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. അതിലൊന്ന് അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. മനുഷ്യരിൽ ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവരെ ആണ് എന്നതാണ്. നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ, അതായത് ഫർളായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരടിമയാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെന്ന ഉപദേശവും ഓർമ്മപ്പെടുത്തലും മറ്റൊരിക്കൽ വന്നത് നമുക്ക് കാണാം. മറ്റൊന്ന്, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരിക്കും ഖിയാമത്ത് നാളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്ന തിരുമൊഴിയാണ്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യർ അതിലൊന്ന് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് എന്നതാണ്. മറ്റൊന്ന്, ഫർളായ കാര്യങ്ങൾ, അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരടിമയാണ്. മൂന്നാമത് പറഞ്ഞത് ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാണ് എന്നതാണ്. ഇനി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വചനങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് നമുക്കറിയാം. അതിലൊന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വചനങ്ങൾ എന്ന നിലക്ക് റസൂലുള്ളാഹി പറഞ്ഞു: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഒരു അടിമ ഇങ്ങനെ പറയുന്നതാണ്: സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് വതബാരക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. ഇനി പ്രിയമുള്ളവരെ, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളതും വെറുപ്പുള്ളതുമായ കാര്യത്തെപ്പറ്റി, വചനത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: ഇന്ന അബ്ഗദൽ കലാമി ഇലല്ലാഹി അൻ യഖൂല റജുലി ലിറജുലി ഇത്തഖില്ലാഹ് ഫയഖൂലു അലൈക നഫ്സക്. അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുക എന്ന് ഒരാൾ ഉപദേശിക്കുമ്പോൾ, നീ നിന്റെ കാര്യം നോക്ക്, എന്നെ ഉപദേശിക്കേണ്ടതില്ല എന്ന അഹങ്കാരത്തിന്റെ വാക്കുകളാണ് അത്. അതായത് അവയാണ്, അങ്ങനെ പറയുന്നതാണ് റബ്ബിന് ഏറ്റവും കോപം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളവരാകേണ്ടതുണ്ട് നാം. അതോടൊപ്പം റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുമുണ്ട്, വചനങ്ങൾ പറയേണ്ടതുമുണ്ട്. ഒപ്പം അള്ളാഹുവിന് കോപമുള്ളവനാകരുത്, കോപമുള്ള വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോവുകയും വരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.